നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭിന്നശേഷിക്കാരെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നത്, സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഒരു പൊതുസമൂഹത്തിൻ്റെ പരമപ്രധാനമായ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ്. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒട്ടനവധി മികവാർന്ന പദ്ധതികൾ, പരിപാടികൾ കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സാമൂഹിക നീതി വകുപ്പുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അൻപ്. അൻപ് എന്ന പദത്തിൻ്റെ അർത്ഥം സ്നേഹം എന്നാണ്. സ്നേഹത്തോടെ, കരുതലോടെ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുകയും അവരുടെ തൊഴിൽപരവും നൈപുണ്യപരവുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി വികസിപ്പിച്ച് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നതൊക്കെ ഈ പദ്ധതിയുടെ മുഖ്യ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കേരള സംസ്ഥാന സർക്കാർ നിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചും അൻപ് എന്ന ക്യാമ്പയിനെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സമാദരണീയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആദരണീയായ ഡോക്ടർ ആർ ബിന്ദു. സ്വാഗതം ചെയ്യുന്നു മേഡത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സാമൂഹ്യപാഠത്തിലേക്ക്. നമസ്കാരം മേഡം. നമസ്കാരം മേഡം. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് അൻപ് പദ്ധതികളെ കുറിച്ചാണ്. ഇപ്പോൾ ഭിന്നശേഷിക്കാരെ കേരളത്തെ ഒരു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുന്നതിനും ഭിന്നശേഷിക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമായി ഒട്ടനവധി മികവാർന്ന പദ്ധതികൾ, പരിപാടികൾ കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി. അതിൽ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് സാമൂഹിക നീതി വകുപ്പുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് അൻപ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനായിട്ട് കേരള സർക്കാർ നിലവിൽ നടപ്പിലാക്കുന്ന മികവാർന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രസ്തുത സാമൂഹ്യ പാഠത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. പറയാം മേഡം. ഭിന്നശേഷി സമൂഹത്തിൻ്റെ സമ്പൂർണമായ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും സഹായകരമായ വൈവിധ്യപൂർണമായ പദ്ധതികളാണ് സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളിലൂടെ നടപ്പാക്കുന്നത്. സാമൂഹ്യനീതി ഡയറക്ടറേറ്റ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, ഭിന്നശേഷി കമ്മീഷണറേറ്റ്, അതുപോലെ SID സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ്സ് ഓൺ ഡിസബിലിറ്റീസ് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളെ സമന്വയിപ്പിച്ചുകൊണ്ട്, അതുപോലെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ, അവയെല്ലാം ശ്ലാഘനീയമായ നിലയിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസം, തൊഴിൽ ലഭിക്കുന്നതിന് സഹായകരമായ സ്കിൽ എൻഹാൻസ്മെൻറ്റ്, അവർക്ക് ഷോർട്ട് സ്റ്റേ സൗകര്യങ്ങൾ, പുനരധിവാസ ഗ്രാമം ഉൾപ്പെടെയുള്ള ആശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നന്നേ ചെറുപ്പം മുതൽ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് വളരെ പ്രശംസനീയമായ നിലയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. വ്യാപകമായ നിലയിൽ ഏർലി ഡിറ്റക്ഷൻ, പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നതിനും പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെടുന്നതിനും വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുക സുപ്രധാനമായ ഒരു കാര്യമായി കരുതുകയാണ്. അതുപോലെ ഭിന്നശേഷി മേഖലയിലെ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും മികവിൻ്റെ കേന്ദ്രങ്ങളായി വളരുന്ന 2 സ്ഥാപനങ്ങൾ, നിഷും നിപ്മറും, ഇന്ന് രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിലയിൽ ഉന്നത നിലവാരത്തിലേക്ക് വളർന്നു എന്നുള്ളത് അഭിമാനകരമാണ്. WHO അംഗീകാരം ഉൾപ്പെടെ ഈ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൂടുതൽ പ്രോത്സാഹനജനകമായ കാര്യമാണ്. വിവാഹ ധനസഹായം, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ധനസഹായം തുടങ്ങി ഒരു സ്വയം പര്യാപ്ത ജീവിതത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ നീങ്ങാൻ സഹായകരമായ നിരവധി പദ്ധതികളാണ് വിവിധ ഏജൻസികളിലൂടെ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നത്. ഈ പദ്ധതികളുടെ വിശദാംശങ്ങൾ വകുപ്പിൻ്റെ ഓൺലൈൻ പോർട്ടലായ സുനീതി പോർട്ടലിൽ നിന്ന് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും മാഡം ഇപ്പോൾ വളരെ വ്യക്തമായി വളരെ വിശദമായി ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി
സംസ്ഥാന സർക്കാർ നിലവിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരെ കണ്ടെത്തുന്നതിനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമായിട്ടുള്ള പദ്ധതികൾ. മാഡം, നമ്മളിപ്പോൾ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായിട്ടുള്ള സർക്കാർ പദ്ധതിയായ അൻപിലേക്ക് വരുമ്പോൾ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നതിനായിട്ട് സർക്കാർ ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്ന് അൻപ് എന്ന സംരംഭത്തിന് നാന്ദി കുറിക്കുകയുണ്ടായി. അൻപിനെ കുറിച്ച് പ്രേക്ഷകർക്കായി എന്ന് വിശദമാക്കാം മാഡം. അൻപ് ഒരു സവിശേഷ ക്യാമ്പയിനാണ്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ വകുപ്പ് നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ഈ പദ്ധതി ആനുകൂല്യങ്ങൾ ആരെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരിലേക്ക് മുഴുവൻ അളവിൽ എത്തിച്ചേർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനും സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനും ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ശാസ്ത്രീയ പരിശീലനം നൽകുന്നതിനും ഇവരുടെ സമ്പൂർണമായ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും ഉതകുന്ന പുതിയ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു ഇൻറ്റൻസീവ് ക്യാമ്പയിൻ എന്ന നിലയിൽ അൻപ് ആരംഭിച്ചിട്ടുള്ളത്. അതിൽ സുപ്രധാനമായും അവയർനെസ് ജനറേഷൻ പ്രവർത്തനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതോടൊപ്പം സ്കിൽ എൻഹാൻസ്മെൻറ്റ് പദ്ധതിയായിട്ടുള്ള പ്രചോദനം എന്ന പദ്ധതി ഇതോടൊപ്പം തുടക്കം കുറിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട NGOകളുമായി സഹകരിച്ചുകൊണ്ട് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്ക് തൊഴിൽ പരിശീലനം നൽകുക, അതിലൂടെ വരുമാനദായകമായ തൊഴിലിലേക്ക് അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രചോദനം പരിപാടിയുടെ ഭാഗമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ റെസ്പൈറ്റ് ഹോമുകൾ, താൽക്കാലിക ഷെൽട്ടേഴ്സ് ഇവർക്ക് വേണ്ടി ആരംഭിക്കുക എന്നുള്ളത് ഒരു സുപ്രധാന ഉത്തരവാദിത്തമായിട്ട് കരുതുകയാണ്. കാരണം ഈ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുടെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് അച്ഛനമ്മമാരും രക്ഷിതാക്കളും 24 മണിക്കൂറും ഇവരോടൊപ്പം തുടരേണ്ടുന്നതായ സാഹചര്യമാണുള്ളത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ വല്ലാത്ത ഒരു വീർപ്പുമുട്ടലാണ് അവർ അനുഭവിക്കുന്നത്. ആ സന്ദർഭങ്ങളിൽ ഒരു ഹ്രസ്വകാലത്തേക്കെങ്കിലും അവരെ ആക്കി പോകാൻ കഴിയുന്ന ഷെൽട്ടർ ഉണ്ടാകണം എന്നുള്ളത് അവരുടെ ഒരു ദീർഘകാല ആവശ്യമാണ്. അപ്പം അത്തരം റെസ്പൈറ്റ് ഹോമുകൾ 3 എണ്ണമാണ് പ്രാരംഭഘട്ടത്തിൽ നമ്മൾ തുടങ്ങുന്നത്. ഇനി അങ്ങോട്ട് യഥാർത്ഥത്തിൽ വികേന്ദ്രീകൃതമായ നിലയിൽ റെസ്പൈറ്റ് ഹോമുകളുടെ അവൈലബിലിറ്റി ഉറപ്പാക്കണം എന്നുള്ളത് ഒരു അനിവാര്യമായ ചുമതലയാണ്. അതുപോലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അസിസ്റ്റീവ് വില്ലേജസ് എന്ന ആശയം, അതിന് വേണ്ടുന്ന എല്ലാ പ്രാരംഭ നടപടികളും സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും എന്ന് കരുതുന്നു. ഭിന്നശേഷി വിഭാഗത്തിന്, പ്രത്യേകിച്ച് തീവ്ര ഭിന്നശേഷി അനുഭവിക്കുന്നവരും ബൗദ്ധിക വെല്ലുവിളികൾ അനുഭവിക്കുന്നവരുമായ വ്യക്തികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാനും ഹെൽത്ത് സെൻറ്റർ, തൊഴിലുൽപാദന കേന്ദ്രം തുടങ്ങിയ എല്ലാ വക പിന്തുണാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ഒരു പുനരധിവാസ ഗ്രാമമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 4 ഇടങ്ങളിലാണ് പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മാഡം, ഇപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരെ കണ്ടെത്തുന്നതിനായിട്ട് സർക്കാർ ആവിഷ്കരിച്ച വളരെ ശ്ലാഘനീയമായ പ്രശംസനീയമായ പദ്ധതിയാണ് അനുയാത്ര സഹയോഗി പദ്ധതി. അനുയാത്ര സഹയോഗി പദ്ധതിയെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്കായി വിശദമാക്കും. ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാനുള്ള ടെക്നോളജി നമുക്കുണ്ട്. അതുകൊണ്ട് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി പ്രാരംഭഘട്ടം മുതൽ നമുക്ക് ഇടപെടാൻ സാധിക്കും. അനുയാത്ര പദ്ധതി ജനനം മുതൽ ജീവിതകാലം മുഴുവൻ ഭിന്നശേഷിക്കാരെ അനുധാവനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. പ്രത്യേകിച്ച് അവരുടെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഭിന്നശേഷിക്കാരായിട്ടുണ്ട്. അവരുടെ സ്പാർക്ക് എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് മേഖലയിലാണ് അവർക്ക് ശക്തിയുള്ളത്, ഏത് തരം സർഗാത്മകതയാണ് അവർക്കുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വികസിപ്പിക്കുന്നതിന് അവരോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് അനുയാത്രയുടെ പ്രത്യേകത.
അനുയാത്രാ പദ്ധതിയിലൂടെ ഒട്ടേറെ ഭിന്നശേഷിക്കാർക്ക് തങ്ങളുടെ വ്യക്തിത്വം ശരിയായ ദിശയിൽ വികസിപ്പിക്കുന്നതിന് വേണ്ട പിന്തുണ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിജയഗാഥകൾ സമാഹരിച്ചുകൊണ്ട് ഒരു പുസ്തകവും പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ഒരു വിജയകരമായ യാത്ര തന്നെയാണ്. പലർക്കും പ്രചോദനാത്മകമായിട്ടുള്ള ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ അനുയാത്രയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ അഭിമാന പദ്ധതികളിലൊന്നാണ് അനുയാത്ര. അനുയാത്രയുടെ ഭാഗമായി ഇപ്പോൾ ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ ഒരു കലാട്രൂപ്പ് റിഥം എന്ന പേരിൽ രൂപീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. റിഥം കലാട്രൂപ്പിലെ അംഗങ്ങൾ ഇന്ന് വിവിധ ജില്ലകളിൽ ഒട്ടേറെ വേദികളിൽ അവരുടെ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും മാഡം ഇപ്പോൾ പറയുകയുണ്ടായി അനുയാത്ര പദ്ധതിയിലൂടെ ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനും അവരുടെ വ്യക്തിത്വത്തെ ശരിയായ രീതിയിൽ പരിപോഷിപ്പിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനായിട്ട് കേരള സർക്കാർ സമഗ്രമായിട്ട് ഇടപെടുമ്പോൾ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഏർപ്പെടുത്തിയ തിരിച്ചറിയൽ കാർഡ് വളരെ ശ്ലാഘനീയമായ വളരെ പ്രശംസനീയമായ ഉദ്യമം, അതിനെക്കുറിച്ചെന്താ പറയാൻ പറ്റും? അത് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള ക്യാമ്പുകളും മറ്റും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഈ കാലയളവിൽ നടപ്പാക്കിയിട്ടുണ്ട്. UDID കാർഡുകളുടെ കാര്യം അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ സമ്പൂർണ്ണമായും എല്ലാവർക്കും ഭിന്നശേഷിക്കാരായ മുഴുവൻ ആളുകളെയും രജിസ്റ്റർ ചെയ്യിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചു പേരും കൂടി രജിസ്റ്റർ ചെയ്യാനുണ്ട്. പക്ഷേ ത്വരിതഗതിയിലാണ് ആ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. രജിസ്റ്റർ ചെയ്തവർക്ക് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാഡം, ഭിന്നശേഷി കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്കായി പറയാമോ? ആ സംഘങ്ങളുടെ ആശയം ഇപ്പോൾ ഉത്തരവിൻ്റെ രൂപത്തിൽ വന്നിട്ടേ ഉള്ളൂ. നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടില്ല. കുടുംബശ്രീ ഏതു മാതൃകയിലാണോ സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും കേരളീയ സമൂഹത്തിൽ അടയാളപ്പെടുത്തിയത്, അതേ മാതൃകയിൽ വരുമാനദായകമായ സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്കൊക്കെ പോകാൻ സഹായിക്കുന്ന വിധത്തിൽ ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്ക് വിപുലീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സുശക്തി എന്നാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങി, അത് നിലവിൽ വന്നു. പക്ഷേ സ്വയം സഹായ സംഘങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇനി ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. അവ പൂർണ്ണമായ നിലയിൽ രൂപീകൃതമായ ശേഷമാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം അതിന് നിർവഹിക്കപ്പെടുക, പ്രവർത്തനം ആരംഭിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ബൈലോ തയ്യാറാക്കി, ബൈലോ അംഗീകരിച്ചു, അതിനു വേണ്ടുന്ന ഔദ്യോഗിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് അത് നമ്മൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും താഴെത്തട്ടിൽ പ്രാദേശിക തലത്തിൽ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ രൂപീകരണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല. ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ നിലയിൽ ഈ സ്വയം സഹായ സംഘങ്ങൾ സജ്ജമായാൽ അത് വലിയ ഓപ്പർച്യൂണിറ്റീസാവും ഭിന്നശേഷി വിഭാഗത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. തൊഴിലവസരങ്ങൾ കണ്ടെത്താനും തൊഴിൽ പരിശീലനം നൽകാനും പരസ്പരം സഹായമായിട്ട് നിൽക്കാനും, അതുപോലെ ഭിന്നശേഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡ് നെയിം കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ തന്നെ വിപണന കേന്ദ്രങ്ങളിലൂടെ വിപണനം ചെയ്യാനും ഒക്കെ വലിയ സാധ്യതയാണ് ഈ സംഘങ്ങളുടെ രൂപീകരണത്തിലൂടെ ഉണ്ടാകുക. എനിക്കതിനെപ്പറ്റി വലിയ പ്രതീക്ഷയാണുള്ളത്. സുശക്തി എന്ന ബ്രാൻഡ് നെയിം കൊടുത്തുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാർ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട്, ഇനി അവരെ അതിനെ പരിശീലിപ്പിക്കാവുന്നതാണ്. അത്തരം ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ സർക്കാർ ഒരുക്കി കൊടുത്താൽ അത് അവരെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിരിക്കും. കുറേ പേർക്ക് തൊഴിൽ സാധ്യതയുണ്ടാകും. കുടുംബശ്രീക്ക് ഏതു പ്രകാരത്തിലാണോ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനും അവരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഉയർത്തുന്നതിനും സാധിച്ചത്, അതേ മാതൃകയിൽ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനും സാമ്പത്തിക സാമൂഹ്യ സ്വയം പര്യാപ്തതയ്ക്കും ഈ ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങൾ എന്ന ആശയം
സുശക്തി നെറ്റ്വർക്ക് സഹായകരമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും മാഡം, ഇപ്പോൾ ഈ അൻപ് ക്യാമ്പയിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മികവുകൾ, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള മികവുകൾ, അവരുടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, അതിനെക്കുറിച്ചൊക്കെ മാഡം ഇപ്പോൾ സംസാരിക്കുക, നൈപുണ്യ വികസനമൊക്കെ അതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് എത്തരത്തിലാണ് ഈ പദ്ധതി ഭിന്നശേഷിക്കാരെ നോക്കിക്കാണുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഒട്ടനവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ വിവിധ വകുപ്പുകൾ, സാമൂഹ്യനീതി വകുപ്പ് മാത്രമല്ല, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്നുണ്ട്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കൈപ്പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുകയുണ്ടായി. അത് പരമാവധി ഭിന്നശേഷി, അതായത് ബൗദ്ധിക ഭിന്നശേഷിയുള്ള കുടുംബങ്ങളിലെ രക്ഷിതാക്കൾക്ക് എത്തിക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്. ഏതൊക്കെ പദ്ധതികളാണ് അവയിൽ ചെയ്യാൻ സാധിക്കുക എന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ടായാൽ വലിയ ഒരളവ് വരെ അവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കൈപ്പുസ്തകം എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് കരുതുന്നു. നമ്മുടെ NSS എന്ന സംവിധാനം, കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിനെ ഈ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുന്നുണ്ട്, അൻപ് ക്യാമ്പയിനുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവർ ഇത്തരം കുടുംബങ്ങൾ, ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ കുടുംബങ്ങൾ സന്ദർശിക്കുകയും ആ കുടുംബത്തിൽ ഈ ഹാൻഡ് ബുക്ക് നൽകി അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും അതോടൊപ്പം പൊതുസമൂഹത്തിൽ അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രചോദനം എന്ന പദ്ധതിയിലൂടെ തൊഴിൽ പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം തന്നെ സംസ്ഥാനത്ത് 2 കേന്ദ്രങ്ങൾ തൊഴിൽ പരിശീലനവുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അത് മതിയാകില്ല. എല്ലാ ജില്ലയിലും ഒരു കേന്ദ്രമെങ്കിലും തൊഴിൽ പരിശീലനം, സ്കിൽ എൻഹാൻസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കായി ഉണ്ടാകണം എന്നാണ് നാം ലക്ഷ്യം വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ പഞ്ചായത്തിലും ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടുന്ന തൊഴിൽ പരിശീലന പദ്ധതികളും സ്കിൽ എൻഹാൻസ്മെൻറ്റ് സംവിധാനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. തീർച്ചയായിട്ടും ഈ നൈപുണ്യ വികസനത്തിനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള മികവുകൾ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരിലേക്ക് വരുമ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കിൽസ്, നൈപുണ്യങ്ങളുണ്ട്. ഈ നൈപുണ്യ വികസനത്തിനായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചൊന്ന് പറയാമോ മാഡം? നൈപുണ്യ വികസനത്തിന് പ്രധാനമായും ഇപ്പോൾ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായിട്ടുള്ള നൈപുണ്യ വികസന പദ്ധതിയാണ് പ്രചോദനം. അതിനുവേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള കരിക്കുലവും വ്യത്യസ്ത മോഡ്യൂളുകളുമെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് സാധിച്ചത്. പിന്നെ കാർഷിക സർവകലാശാലയുടെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി, അത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം ജനിപ്പിച്ചുകൊണ്ട് ആ മേഖലയിൽ ഏർപ്പെടാൻ ഇവരെ സഹായിക്കുന്ന പദ്ധതിയാണ്. അത് ഇത്തരം വ്യക്തികളുടെ വ്യക്തിത്വത്തിന് വളരെയധികം മിഴിവ് ഉണ്ടാക്കുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. പോസിറ്റീവായ മാറ്റങ്ങൾ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരിൽ സൃഷ്ടിക്കാൻ പ്രകൃതിയുമായിട്ടുള്ള ജൈവബന്ധം നിലനിർത്താൻ കഴിയുന്ന കാർഷിക മേഖലയിലെ ഇടപെടൽ കൊണ്ട് സാധ്യമാകുന്നു എന്നുള്ളതാണ് അനുഭവം സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് കേരളമൊട്ടാകെ വ്യാപിപ്പിക്കാവുന്ന ഒരു പദ്ധതി കൂടിയാണ്. തീർച്ചയായിട്ടും മാഡം, ഇവരുടെ ഒരു സാമ്പത്തിക അടിത്തറയൊക്കെ ഭദ്രമാക്കുന്നതിനായിട്ട് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചൊന്ന് പറയാം. നിരാമയ ഇൻഷുറൻസ് സ്കീം കേന്ദ്ര പദ്ധതിയാണ്. അതിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് ഇവരുടെ പോളിസി, വ്യക്തിഗത പോളിസിയുടെ ചുമതല സംസ്ഥാന ഗവൺമെൻറ് നിർവഹിക്കുകയാണ്. ആ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് അവർക്ക് എല്ലാവിധ ചികിത്സകൾക്കും ഒക്കെ തന്നെ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതാണ് അതിൻ്റെ സൗകര്യം. മാഡം, ഇപ്പോൾ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായിട്ട്, അവരുടെ ഉന്നമനത്തിനായിട്ട്, അവരുടെ മികവുകൾ കണ്ടെത്തുന്നതിനായിട്ട് കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ വളരെ മികച്ച രീതിയിൽ ഇടപെടുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ മാഡം? ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ പ്രധാനമായും ഊന്നൽ നൽകുന്നത് ശാരീരിക പരിമിതികളെ മറികടക്കാൻ ആവശ്യമായ സഹായ ഉപകരണങ്ങൾ, അസിസ്റ്റീവ് ഡിവൈസസ് വിതരണം ചെയ്യുന്ന കാര്യത്തിലാണ്.
കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വോയിസ് എൻഹാൻസ്ഡ് സ്മാർട്ട് ഫോണുകളും വൈറ്റ് കെയിനും എല്ലാം വിതരണം ചെയ്യുന്നു. കേൾവി പരിമിതി നേരിടുന്നവർക്ക് ഏറ്റവും മികച്ച ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയ ഹിയറിംഗ് എയ്ഡ് ശ്രവണ സഹായി വിതരണം ചെയ്യുന്ന ശ്രവൺ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അതുപോലെ ചലന പരിമിതി നേരിടുന്നവർക്ക് വേണ്ടി ഇലക്ട്രിക് സ്കൂട്ടർ, മുച്ചക്ര സ്കൂട്ടർ, അതുപോലെ ഇലക്ട്രോണിക് വീൽ ചെയർ അതൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വളരെ സഹായമാണ്. ശുഭയാത്ര എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഞങ്ങളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ശുഭയാത്ര പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന മുഴുവൻ പേർക്കും ഒരു വർഷം പൂർണ്ണമായിട്ട് നമുക്ക് നൽകാൻ സാധിക്കാറില്ല. ഇതിന് വിലയുണ്ടല്ലോ നല്ല. അപ്പം അതുകൊണ്ട് ഈ വർഷം ഒരു ബൃഹത് പദ്ധതിയായിട്ട് ഇതുവരെ അപേക്ഷ സമർപ്പിച്ച മുഴുവൻ പേർക്കും മുച്ചക്ര വാഹനങ്ങളോ ഇലക്ട്രോണിക് വീൽ ചെയറോ നൽകുന്നതിന് സാധിക്കുമോ, അതിൻ്റെ സാധ്യത പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കാൻ സാധിച്ചാൽ അത് വലിയൊരു മാറ്റമായിരിക്കും. ചലന പരിമിതി നേരിടുന്നവർക്ക് അനന്തമായ സ്വാതന്ത്ര്യങ്ങളിലേക്ക് പോകാൻ വളരെ സഹായകരമായ ഒന്നാണ് ഈ ഇലക്ട്രോണിക് വീൽ ചെയറും മറ്റും. തീർച്ചയായിട്ടും. മാഡം, ഇനി നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. പരമ്പരാഗത കേരളീയ ശൈലിയും ഇൻഡോ ഡച്ച് എന്നാണ് പറയുന്നത്. ഒരു ഇൻഡോ ഡച്ച് വാസ്തുവിദ്യാ ശൈലിയാണ് പറയുന്നത്. പണ്ട് കൊച്ചി രാജ്യത്തിന്റെ ഭരണകർത്താക്കളിൽ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി, തൃശ്ശൂരിന്റെ ശില്പി ശക്തൻ തമ്പുരാൻ. ഏകദേശം 6.5 ഏക്കറോളം വരുന്ന ഉദ്യാന വളപ്പിലാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഒരു 1795 ശക്തൻ തമ്പുരാന്റെ കാലത്താണ് അദ്ദേഹമാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ കൊട്ടാരം മാറ്റിയെടുത്തത്. തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ വിശേഷങ്ങളുമായി ഇതാ ഹെറിറ്റേജ് വൈറ്റ്സ്, നിങ്ങളുടെ സ്വന്തം ദൂരദർശനം. നല്ല കാന്താരി ചമ്മന്തി, ഉള്ളി മുളകും പുളി ഉപ്പും ഒക്കെ ചേർന്ന് ഒരിക്കൽ ചെറിയ ചമ്മന്തി. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യപാഠം തുടരുന്നു. മാഡം, ഇനി നമുക്ക് ബാരിയർ ഫ്രീ കേരള പദ്ധതിയെക്കുറിച്ച് പ്രേക്ഷകർക്കായി ഒന്ന് സംസാരിക്കുന്നു. ബാരിയർ ഫ്രീ കേരള അഥവാ തടസ്സരഹിത കേരളം എന്നുള്ളത് ഒരു മാതൃകാ പദ്ധതിയാണ്. നമ്മുടെ പൊതു ഇടങ്ങളിലും പൊതു ഓഫീസുകളിലുമെല്ലാം ഭിന്നശേഷിക്കാർക്ക് തട്ടും തടവും തടസ്സവുമില്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിൽ ബാരിയർ ഫ്രീ ആക്കുക, തടസ്സരഹിതമാക്കുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ ഭിന്നശേഷി വിഭാഗങ്ങൾക്കും മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ കർമ്മ മേഖലകളും പ്രാപ്യമാക്കുക എന്നുള്ളതാണ് ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കളക്ട്രേറ്റുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് ഗവൺമെൻറ് ഓഫീസുകൾ, കലാലയങ്ങൾ, വിദ്യാലയങ്ങൾ ഇതെല്ലാം തടസ്സരഹിതമാകണം. വീൽ ചെയറിന് പോകാനും കാഴ്ച പരിമിതി നേരിടുന്നവർക്കും കേൾവി പരിമിതി നേരിടുന്നവർക്കും ഒക്കെ അനുഭവവേദ്യമാകാനും ഒക്കെ സാധ്യമാകുന്ന നിലയിലുള്ള ക്രമീകരണങ്ങൾ, റാമ്പുകളും മറ്റും എല്ലാ കെട്ടിടങ്ങളിലും ഉണ്ടാകണം. കെട്ടിടങ്ങൾ മാത്രമല്ല, പൊതു സ്പേസുകളായിട്ടുള്ള നമ്മുടെ പാർക്കുകൾ, ലൈബ്രറികൾ അവയെല്ലാം ഭിന്നശേഷി സൗഹാർദ്ദപരമാകണം എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അതിനാവശ്യമായ നിലയിൽ സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ മാറ്റമുണ്ടാകുകയും വേണം. ഭിന്നശേഷിക്കാരോട് അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും അവരെ സഹായിക്കാനും അവർക്ക് മുൻഗണന നൽകാനും ഒക്കെയുള്ള ഒരു വിശാല മാനസികാവസ്ഥയിലേക്ക് സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും വളർത്താനും കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ്, മനുഷ്യരുടെ സമീപനത്തിലുള്ള വ്യത്യാസം സൃഷ്ടിക്കാനും ബാരിയർ ഫ്രീ കേരളയിലൂടെ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഭൗതികമായ ഘടനകൾ മാത്രമല്ല, മാനസികമായ ഘടനകൾ കൂടി ബാരിയർ ഫ്രീ ആകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തടസ്സരഹിത കേരളം. ഇപ്പോൾ ഈ പദ്ധതിയിലൂടെ നിരവധി ഗവൺമെൻറ് ഓഫീസുകൾ ബാരിയർ ഫ്രീ ആക്കാൻ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്.
കലാലയങ്ങളും വിദ്യാലയങ്ങളും എല്ലാം ബാരിയർ ഫ്രീ ആക്കി വരുന്നു. നാട്ടകം ഗവൺമെൻറ് കോളേജ് ഒരു ഉദാഹരണമാണ്. പൂർണ്ണമായും ബാരിയർ ഫ്രീ ആക്കാനുള്ള ഒരു പദ്ധതി അവിടെ നടപ്പാക്കുകയുണ്ടായി. കേരള സർവകലാശാല UGCയുടെ ബാരിയർ ഫ്രീ ക്യാമ്പസിനുള്ള അവാർഡ് നേടുകയുണ്ടായി. അപ്പോൾ ആ ദിശയിൽ നമ്മൾ നല്ല മുന്നേറ്റം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പണ്ട് നിർമ്മിച്ച ഒട്ടേറെ കെട്ടിടങ്ങളും മറ്റും ഇനിയും ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കി മാറ്റേണ്ടതുണ്ട്. അത് സമയം പിടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാവിധ കെട്ടിടങ്ങളിലേക്കും ഓഫീസുകളിലേക്കും ഒക്കെ ഭിന്നശേഷിക്കാർക്ക് ആക്സസ് അഥവാ പ്രാപ്യത ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും. മാഡം, 21 തരം ഭിന്നശേഷിക്കാർ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഓട്ടിസം പോലുള്ള ബൗദ്ധികമായിട്ടുള്ള വെല്ലുവിളികൾ, ഇവിടെയുള്ള ഒരു തെറാപ്പി സെൻറ്റേഴ്സ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ മാഡം? ഭിന്നശേഷിക്കാർക്കുള്ള തെറാപ്പി സൗകര്യങ്ങൾ നമ്മുടെ 2 മികവിൻ്റെ കേന്ദ്രങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. നിഷും നിപ്മറും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തിരുവനന്തപുരത്താണ്. നിപ്മർ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലെ കല്ലേറ്റിൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 2 സ്ഥാപനങ്ങളും എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളും ഭിന്നശേഷിക്കാർക്കായിട്ട് നൽകുന്നുണ്ട്. ഫിസിയോതെറാപ്പി, സൈക്കോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഹൈഡ്രോതെറാപ്പി തുടങ്ങി വിവിധ തെറാപ്പികൾ അവിടെ ആ 2 കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നമുക്ക് റീജിയണൽ സെൻറ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക്, പ്രാദേശിക പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്ക് 5 മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് സൗകര്യങ്ങളുണ്ട്. ഓട്ടിസം സെൻറ്ററുകൾ പ്രധാനപ്പെട്ട എല്ലാ മെഡിക്കൽ കോളേജുകളിലും തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിപ്മറിൽ ഒരു പ്രത്യേക റീജിയണൽ ഓട്ടിസം സെൻറ്റർ ഉണ്ട്. അതിന് ഗവേഷണാത്മക പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങളിലും ഓട്ടിസം സെൻറ്ററുകളിലും എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്. അതുപോലെ എല്ലാ ജില്ലകളിലും ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെയും ഈ തെറാപ്പി സൗകര്യങ്ങൾ ലഭ്യമാണ്. യഥാർത്ഥത്തിൽ ബ്ലോക്ക് തലത്തിൽ തന്നെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ആഭിമുഖ്യത്തിൽ തെറാപ്പി സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നാം കാണുന്നത്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ വിഷൻ 2030 സെമിനാറിൽ അത്തരമൊരു ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും തെറാപ്പി സൗകര്യങ്ങളെല്ലാം ലഭ്യമാക്കുന്ന കേന്ദ്രങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇന്ന് ഇപ്പോൾ സഹചാരി പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അത്തരം സൗകര്യങ്ങൾ കൂടുതലായിട്ട് ഒരുക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും. മാഡം, നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം മാഡം. പേര് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? എന്റെ പേര് ലളിത. ഞാൻ എന്റെ മോന് വേണ്ടിയാണ് വിളിക്കുന്നത്. ഓക്കെ മാഡം, മിനിസ്റ്ററോട് ചോദിക്കൂ, എന്താണ് സംശയം എന്ന് ചോദിക്കൂ. 15 വർഷമായി അവൻ കിടപ്പാണ്. വാർക്കട മോളിൽ നിന്ന് വീണിട്ട് കിടപ്പാണ്. ഓക്കെ. അപ്പൊ നേരത്തെ ആശ്വാസഗുണം പെൻഷൻ കിട്ടിയിരുന്നു. അതിപ്പോ 2 വർഷം ഇല്ല. അപ്പൊ അതിപ്പോ പുതിയതായിട്ട് മസ്റ്ററിങ് വേണമെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്ത് കൊടുത്തിട്ട് 2 മാസമായി. ഓക്കെ. മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. എവിടെയാണ് വീട്? എവിടെയാണ് വീട്? എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടേർണം വെളിയിലാണ് വീട്. പേരെന്താണ് നിങ്ങളുടെ അപേക്ഷകന്റെ പേര്? മോന്റെ പേര് അരുൺ. അമ്മയുടെ പേരെന്താ? ലളിത. ലളിത. അപ്പൊ അത് ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ശരി ശരി. എന്താണ് അതിന്റെ പ്രസന്റ് പൊസിഷൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് നോക്കിയിട്ട് പറയാം. ശരി ശരി. നിങ്ങളുടെ ഫോൺ നമ്പറും കൂടി ഒന്ന് പറയൂ. 98 46 98 46 72 72 97 69. 97 69 ആണോ? അതെ അതെ. അപ്പോൾ നോക്കിയിട്ട് ഞാൻ വിവരം വിളിച്ചു പറയാം. ആശ്വാസകിരണം ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും കഴിഞ്ഞ മാസം വരെയുള്ള തുക
അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ മാഡം, ഓക്കെ മാഡം. ഒന്ന് അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കൂ വന്നിട്ടുണ്ടോ. അക്കൗണ്ടിലില്ല, ഞാൻ പെൻഷൻ വരുമ്പോ നോക്കണതാണ്. ശരി, നോക്കാം കേട്ടോ. ഓക്കെ മാഡം, വിളിച്ചതിന് വളരെയധികം നന്ദി. മാഡം, ഇപ്പോൾ ഭിന്നശേഷിക്കാരെ നമ്മളിപ്പോൾ തുടങ്ങിയത് തന്നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പൊതുസമൂഹത്തിൻ്റെ പരമപ്രധാനമായ ദൗത്യവും കർത്തവ്യവും ഉത്തരവാദിത്വവും ഒക്കെയാണ്. പക്ഷെ പലപ്പോഴും ഭിന്നശേഷിക്കാർ സാമൂഹികപരമായിട്ട് ഒട്ടനവധി വെല്ലുവിളികൾ നേരിടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അവർ നേരിടുന്ന സാമൂഹികപരമായ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചൊന്ന് പറയാം. സാമൂഹ്യമായ വെല്ലുവിളികൾ പ്രധാനമായിട്ടും സമൂഹത്തിൻ്റെ മനോഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. പണ്ട് കാലത്ത്, അടുത്ത കാലം വരെ ഈ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് ഒരു മോശപ്പെട്ട മനോഭാവമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. 2016 അതിന് മാറ്റം വരുത്താവുന്ന നിലയിലുള്ള നിരവധിയായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിരന്തര ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം മാറ്റങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുക. ഇപ്പോൾ RPWD ആക്ട് നിലവിലുള്ള ഒരു രാജ്യമാണ് നമ്മൾ. RPWD ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഒരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ചാണുള്ളത്. അവകാശാധിഷ്ഠിത സമീപനമാണ് ഇന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും അവസരങ്ങളും ആരുടെയും ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ എല്ലാ നിലപാടുകളും. അത് നിർബന്ധമായും അവർക്ക് ലഭിക്കേണ്ട അവകാശമാണ്. അതാണ് RPWD ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നാണ് അതിൻ്റെ പേര്. അതിനു മുൻപ് ആ റൈറ്റ്സ് എന്നുള്ള വാക്ക് അതിൻ്റെ മുന്നിലില്ല. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഭിന്നശേഷിക്കാരുടെ അവകാശ പ്രഖ്യാപനത്തിന് ശേഷമാണ് ആ രീതിയിലുള്ള ഒരു ദിശാമാറ്റം ഭിന്നശേഷിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഭിന്നശേഷിക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ തന്നെ അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അവബോധം നമ്മുടെ സമൂഹത്തിൽ സാമാന്യേന നന്നായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരും സ്വയം കൂടുതൽ അവകാശബോധമുള്ളവരായിട്ട് മാറിയിട്ടുണ്ട്. കൂടുതൽ ആനുകൂല്യങ്ങളിലേക്കും അവകാശങ്ങളിലേക്കും ആത്മവിശ്വാസത്തോടെ കടന്നു വരാൻ അവർക്ക് സാധിക്കണമെന്നുള്ളതാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കാഴ്ചപ്പാട്. അതിനു വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് കമ്മീഷണറേറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ഭിന്നശേഷി കമ്മീഷണർ പ്രവർത്തിക്കുന്നത് ഈ അവകാശങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും വിധത്തിൽ ഭിന്നശേഷിക്കാർക്കെതിരെ അതിക്രമങ്ങൾ നടക്കുക, അവരുടെ അവകാശങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെ അപമാനിക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടെങ്കിൽ ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ പരാതി കൊടുക്കാൻ ഈ ഭിന്നശേഷി കമ്മീഷണർക്ക് മുമ്പാകെ അവർക്ക് സമീപിക്കാവുന്നതാണ്. ഭിന്നശേഷി കമ്മീഷണർ അതിൽ തീർപ്പുണ്ടാക്കും. തീർച്ചയായിട്ടും. മേഡം, നമ്മളിപ്പോൾ ഒരു പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, നമസ്കാരം സാർ. പേരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം. പേരെന്താണ്? എവിടുന്നാ സാർ വിളിക്കുന്നത്? ഓക്കെ സാർ, മിനിസ്റ്ററോട് എന്താണ് സംശയം ചോദിക്കും. ചോദിച്ചോളൂ സാർ, സാറിന് സംശയം ചോദിക്കും. ഹലോ മാഡം. പറഞ്ഞോളൂ. മാഡം, ഞാനേ കൈവില്യ ലോണിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. കൈവല്യം എന്ന പദ്ധതി സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ പദ്ധതിയാണ്. അപ്പോൾ ഏതെങ്കിലും സംരംഭം ഒരു നൂതനാശയവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ 3 ലക്ഷം രൂപ വരെ ലോൺ അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. മനസ്സിലായല്ലോ സാർ. ഓക്കെ സാർ. ഇപ്പോഴത്തെ നിൽക്കുന്നുണ്ടോ? എന്താണ്? ഹലോ, എന്താണ് ചോദിച്ചതെന്ന് വ്യക്തമാക്കാമോ? സ്കീം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. സ്കീമുണ്ട്. സ്കീം തുടർന്നു പോകുന്ന സ്കീമാണ്. അത് മാഡം, ഞാൻ ഇതുപോലെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു 2021. 2021 അപേക്ഷിച്ചോ? കിട്ടിയില്ലേ? ഇല്ല, ഇതുവരെ ലോൺ കിട്ടിയിട്ടില്ല. എന്താണ് പേര് പറഞ്ഞത്? അച്യുതൻ. എന്റെ പേര് അച്യുതൻ. അച്യുതൻ. അച്യുതൻ എവിടെ? എറിയാട്. തീർച്ചയായും ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് കിട്ടാഞ്ഞതെന്ന്.
അത് കിട്ടാൻ പ്രത്യേകിച്ച് വേറെ മുന്നുപാധികളൊന്നുമില്ല. ഭിന്നശേഷിക്കാർക്ക് ന്യായമായി ലഭിക്കേണ്ടതാണ്. അതെന്തുകൊണ്ട് ലഭിച്ചില്ല എന്നുള്ളത് നോക്കി പറഞ്ഞു തരാം. കൂടുതൽ അപേക്ഷകരാകുമ്പോൾ ഒരു വർഷം ഇത്ര അപേക്ഷകർ എന്ന നിലയിൽ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും കിട്ടാനത്. നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ സാർ, മനസ്സിലായിരുന്നു. വിളിച്ചതിന് ഓഫീസുമായി ബന്ധപ്പെട്ടേ ആ അപ്പൊ എന്നോട് പറഞ്ഞത് ശരിയാക്കും ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു 4 വർഷത്തോളമായി. പക്ഷെ ഇതുവരെ ഞാൻ സംരംഭം നടത്തിക്കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ അത് എന്നോട് പറയാമായിരുന്നല്ലോ, നമ്മളൊരു ജില്ലക്കാരല്ലേ. ഞാൻ നോക്കാം കേട്ടോ, നോക്കിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ സാർ, മനസ്സിലായിരുന്നു. വിളിച്ചതിന് നന്ദി. മാഡം, സാമൂഹിക സുരക്ഷാ മിഷനുമായി സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസിലൂടെ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതികളെക്കുറിച്ചൊന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് SIDയുടെ സംരംഭങ്ങളാണ്. അതുപോലെ ഓട്ടിസം സെൻ്ററുകൾ SIDയുടെ ആഭിമുഖ്യത്തിലാണ് നടന്നു വരുന്നത്. മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ, മോഡൽ അംഗനവാടികൾ, അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. മോഡൽ അംഗൻവാടികൾ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക അംഗനവാടികളാണ്. 4 കാലിൽ നടന്നിരുന്ന ഹർഷൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. പ്രത്യേക പരിശീലനത്തിലൂടെ 2 കാലിൽ നടക്കാനും സമൂഹവുമായി ഫ്രീ ആയിട്ട് ഇടപെടാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ വളരെ പോസിറ്റീവായ മാറ്റം ഹർഷൻ്റെ കാര്യത്തിലുണ്ടായി. ഹർഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അങ്ങനെ പ്രത്യേക അംഗനവാടികളിൽ വരുന്ന, മോഡൽ അംഗനവാടിയിൽ വരുന്ന ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ സാമൂഹ്യ സംയോജനത്തിന് ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർമാരാണ് അതിൽ ഏർപ്പെടുന്നത്. അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. SIDയുടെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് ഈ പേരൻ്റ് എംപവർമെൻറ്റ് പ്രോഗ്രാം എല്ലാം നടപ്പാക്കുന്നത്. രക്ഷിതാക്കൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള അവബോധം പകർന്നു നൽകുക, എങ്ങനെയാണ് ഈ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരെയും മറ്റും ശാസ്ത്രീയമായിട്ട് പരിചരിക്കുക, അവരെ എങ്ങനെയാണ് സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ സാധിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ. അത്തരം വിവരങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് SIDയുടെ ആഭിമുഖ്യത്തിൽ. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സും ഓട്ടിസം സെൻറ്റേഴ്സും എല്ലാം വളരെ മാതൃകാപരമായ നിലയിലാണ് SID മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊന്ന്, കേൾവി ശക്തിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ലഭ്യമാക്കുന്നുണ്ട്. കാതോരം എന്ന പദ്ധതിയിലൂടെ ആ കേൾവി പരിമിതിയെ അതിജീവിക്കാൻ വേണ്ടുന്ന പിന്തുണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ബധിരത എന്ന പ്രശ്നത്തെ കേരളീയ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടൽ SIDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും. മാഡം, ഒരു പ്രേക്ഷകൻ ലൈനിൽ ചേരുക. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഞാൻ ഷാജൻ തലശ്ശേരിയാണ്. ഓക്കെ സാർ, എന്താണ് സംശയം? മിനിസ്റ്ററോട് സാർ, ഞാൻ 100% കാഴ്ചക്കുറവുള്ള വ്യക്തിയാണ്. മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് മുൻപ് കുറച്ച് വർഷം മുമ്പ് മറ്റുള്ളവർക്ക് പെൻഷൻ കിട്ടുന്നതിനേക്കാൾ ഒരു 300 രൂപ കൂടുതലായിരുന്നു. ഇങ്ങനെ 80% മുകളിൽ വികലാംഗത്തോടുള്ള അതിപ്പോ ഒരു 4-5 കൊല്ലത്തിലേറെ അത് ഒരേപോലെയായി. അപ്പൊ ആ വികലാംഗത്തെ കൂടെ കാരണം 80% മുകളിലുള്ളവർ മിക്കവാറും വീട്ടിൽ തന്നെയാണ്. അപ്പൊ അവർക്ക് ആ വർധനവ് പുനഃസ്ഥാപിച്ച് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. RPWD ആക്ടിൻ്റെ ഒരു നിബന്ധന അങ്ങനെ ഭിന്നശേഷിക്കാർക്ക് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പെൻഷനേക്കാൾ കൂടുതൽ നൽകണമെന്ന് തന്നെയാണ്. ആ നിർദ്ദേശം വളരെ പോസിറ്റീവായ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഫിനാൻസ് വകുപ്പുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തി വരുന്നുണ്ട്. വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഷാജൻ സാർ, മനസ്സിലായിരുന്നു. വിളിച്ചതിന് നന്ദി. മാഡം, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിന് മാഡം ഉത്തരമായിട്ട് വിഷൻ 2031 കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. വിഷൻ 2031 കുറിച്ച് സംസാരിച്ചപ്പോൾ മാഡം പറഞ്ഞു ഭിന്നശേഷിക്കാർക്കായിട്ട് ഒട്ടനവധി മികവാർന്ന പദ്ധതികളാണ് ആവിഷ്കരിച്ച് ലക്ഷ്യം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. വിഷൻ 2031 കുറിച്ചൊന്ന് പറയാം മാഡം. കേരളം രൂപീകരിച്ച് 75 വർഷമാകുന്ന ആ ഘട്ടത്തിൽ നമ്മൾ എന്തായിരിക്കണമെന്ന് വിഭാവനം ചെയ്യുന്ന, അതായത് വരുന്ന 5 വർഷക്കാലത്തേക്ക് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വിഷൻ 2030 സെമിനാർ വളരെ വിജയപ്രദമായ നിലയിൽ തന്നെയാണ്
എല്ലാ മേഖലകളിലും നടന്നത്. ഏറ്റവും നന്നായി നടന്ന ഒരു സെമിനാറായിരുന്നു സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നടന്ന സെമിനാർ. ഇതിൻ്റെ ഭാഗമായി വരുന്ന 5 വർഷക്കാലത്തേക്ക് നാം തയ്യാറാക്കേണ്ട പദ്ധതികൾ, ഇപ്പോഴുള്ള ഗ്യാപ്പ്, അതായത് നിലവിൽ ഉള്ള പദ്ധതികളും യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളും തമ്മിലുള്ള ആ വിടവ് കണ്ടെത്തി ആ വിടവ് നികത്താൻ സഹായകരമായ പദ്ധതി നിർദ്ദേശങ്ങളാണ് ആ സെമിനാറിൽ ഉയർന്നു വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ബ്ലോക്ക് തലത്തിൽ തന്നെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളും അതുപോലെ എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങൾ നൽകുന്ന സെൻ്ററുകളുമെല്ലാം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഭിന്നശേഷി സേവന കേന്ദ്രങ്ങൾ താഴെ തട്ടിൽ പ്രാദേശികമായിട്ട് പരക്കെ ലഭ്യമാക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾ നമുക്ക് അനിവാര്യമാണ്. അതിന് പഞ്ചായത്ത് സംവിധാനങ്ങളെ നമ്മൾ ശാക്തീകരിക്കേണ്ടതുണ്ട്. എല്ലാ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും ഒക്കെ ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടായാൽ അത് പ്രാദേശിക ലഭ്യത വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കും. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം തെറാപ്പി സൗകര്യങ്ങളെക്കുറിച്ചാണ്. തെറാപ്പി സൗകര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പരമാവധി കേന്ദ്രങ്ങളിൽ സർക്കാർ നൽകുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രാപ്യത താഴെ പ്രാദേശിക തലത്തിൽ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി എത്തുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാനാകില്ല. അതിന് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെയും നഗരസഭകളെയും ഒക്കെ ഈ പ്രവർത്തനത്തിലേക്ക് കൂടുതൽ ശാക്തീകരിക്കുക എന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ദിശയിൽ സെമിനാറിൽ നല്ല ചർച്ചകളാണ് ഉയർന്നു വന്നത്. പിന്നെ പ്രായോഗികമായി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരും ഈ മേഖലയിലെ എക്സ്പേർട്ടായിട്ടുള്ളവരും എല്ലാവരും നല്ല നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ക്രോഡീകരിച്ച് വരുന്ന 5 വർഷക്കാലത്തേക്ക് നടപ്പാക്കാനുള്ള വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കുകയാണ്. തീർച്ചയായിട്ടും. മേഡം, നമ്മളിപ്പോൾ ഒരു പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യപഠനത്തിലേക്ക് സ്വാഗതം. നമസ്കാരം മേഡം, പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പേര് സരസ്വതിയാണ്. ഓക്കെ മേഡം, എന്താണ് സംശയം എന്ന് മിനിസ്റ്ററോട് ചോദിക്കും. എന്റെ മകന് വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അവന് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാല് പിന്നെ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ്. 55% ഉണ്ട്, 50% പിന്നെ അപ്പം ഞാൻ റിട്ടയർഡ് എംപ്ലോയി ആണ്, ടീച്ചറായിരുന്നു. പിന്നെ അപ്പൊ അവന് ഈ സാമൂഹ്യ പെൻഷൻ അത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്ക് അതൊക്കെ ഒന്ന് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്കിത് ഉള്ളത് കൊണ്ട് നമുക്ക് വരുമാനം ഉള്ളതുകൊണ്ട് ഇത് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചെറുതായിട്ടെങ്കിലും അവരുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അമ്മയ്ക്ക് എനിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആരും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ടെൻഷനാണ്. അപ്പൊ അങ്ങനെയുള്ള യാതൊരു സംഭവം മാറിയിട്ടില്ല. മാഡം മിനിസ്റ്റർ ഉത്തരം പറയുന്നുണ്ട്. അമ്മ റിട്ടയർഡ് ടീച്ചറാണോ? അങ്ങനെയാണോ പറഞ്ഞത്? അതെ. അപ്പോൾ നിലവിലുള്ള നമ്മുടെ പെൻഷൻ പദ്ധതി, നിലവിലുള്ള സംവിധാനങ്ങളിൽ കുടുംബത്തിന്റെ വരുമാനമാണ് എല്ലാ ആനുകൂല്യങ്ങൾക്കും പരിഗണിക്കുന്നത്. ഞാൻ നിരന്തരം ഫിനാൻസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ. ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ വരുമാനമല്ല വ്യക്തികളുടെ വരുമാനമാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞ് നിരന്തരം ഞങ്ങൾ അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിനാൻസ് വകുപ്പുമായിട്ട് സംസാരിച്ച് വരികയാണ്. എന്തെങ്കിലും കാരണവശാൽ നയപരമായൊരു തീർപ്പുണ്ടാക്കാൻ സാധിച്ചാൽ അത് ഭിന്നശേഷിക്കാർക്ക് വലിയ നേട്ടമായിരിക്കുമെന്ന് കരുതുകയാണ്. ആ ദിശയിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അമ്മേ. ഓക്കെ മാഡം, മനസ്സിലായി തരുന്നു. വിളിച്ചതിന് നന്ദി. മാഡം, ഇപ്പോൾ ഇതര വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി സേവനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യ വകുപ്പാകട്ടെ, കുടുംബശ്രീ ആകട്ടെ, പൊതുവിദ്യാഭ്യാസ വകുപ്പാകട്ടെ, സമഗ്ര ശിക്ഷ കേരളയാകട്ടെ, അത്തരത്തിൽ നടത്തുന്ന സേവനങ്ങളെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്കായി പറയാം. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇതിൽ ഏറ്റവും ശ്ലാഘനീയമായ സേവനം നടത്തുന്നത്. ആരോഗ്യവകുപ്പും തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജുകളാണ് നമ്മുടെ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങളും ഓട്ടിസം സെൻ്ററുകളും ഒക്കെ മെഡിക്കൽ കോളേജുകളിലാണല്ലോ പ്രവർത്തിക്കുന്നത്. ആരോഗ്യവകുപ്പും ഭിന്നശേഷിത്വം ഇല്ലാതെയുള്ള ഒരു സമൂഹമായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം കാഴ്ചവെക്കുന്നുണ്ട്.
നമ്മുടെ ഭിന്നശേഷിക്കാരുടെ സാമൂഹ്യ നിയോജനത്തിനും വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനുമൊക്കെ ഏറ്റവും നല്ല പിന്തുണയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത്. സർവശിക്ഷ അഭിയാനിലൂടെ നടപ്പാക്കുന്ന ഒട്ടനവധി പരിപാടികൾ ഒരു ഇൻക്ലൂസീവ് സമൂഹത്തെക്കുറിച്ചുള്ള ധാരണകൾ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള ആശയങ്ങൾ വികസിക്കുന്ന വിധത്തിലുള്ള പദ്ധതികളാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വെർച്വൽ ക്ലാസ് റൂം ഒരു പദ്ധതി, അതായത് ടാബും വൈഫൈ സൗകര്യങ്ങളും എല്ലാം കൊടുത്ത് സ്കൂളിൽ നേരിട്ട് പോകാൻ കഴിയാതെ വീടിനകത്ത് മാത്രം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിക്ക് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു കുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ ആ കുട്ടി അത് ഏറ്റുവാങ്ങാൻ കൂട്ടാക്കാതെ കരഞ്ഞ് ഭയന്ന് അങ്ങനെ ഒരു സമൂഹത്തെക്കുറിച്ച് ഭീതിയുള്ള ഒരു കുട്ടിയായിരുന്നു. അത് ഈ സാധനങ്ങളൊക്കെ അവിടെ ഏൽപ്പിച്ചു പോരുമ്പോൾ എനിക്ക് വലിയൊരു വിഷമം തോന്നിയ ഒരു ഘട്ടമാണ്. പക്ഷേ പിന്നീട് അവൻ ഈ ടാബ് ഉപയോഗിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ ക്ലാസ്സിൻ്റെ സജീവ പങ്കാളിയായി മാറി. തീർച്ചയായിട്ടും അതെ. പിന്നീട് ഞാൻ അവനെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. വളരെ സന്തോഷവാനായിട്ട് ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായ നോട്ടബിളായിട്ടുള്ള ഒരു മാറ്റം ആ കുട്ടിയിൽ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഈ കുട്ടികളുടെ കഴിവുകൾ വികസിക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഒട്ടേറെ പിന്തുണ സംവിധാനങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വളരെ ശ്ലാഘനീയമായ രീതിയിലാണ് അതിൽ ഇടപെടുന്നത്. സ്പെഷ്യൽ സ്കൂൾസും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ്. തീർച്ചയായിട്ടും. മേഡം, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിനായിട്ട് കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മികവാർന്ന പദ്ധതികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും 50 പദ്ധതികളെക്കുറിച്ചുമൊക്കെ പ്രേക്ഷകർക്കായി വിശദമാക്കിയ ഈ വിലപ്പെട്ട സമയം ദൂരദർശൻ പ്രേക്ഷകരോട് സംവദിക്കാൻ അനുവദിച്ച മേഡത്തിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നന്ദി മേഡം. താങ്ക് യു. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.